ഗൈസ്, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഷ്യോ അഥവാ അംശബന്ധം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ആണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ക്ലാസ് മുഴുവനായിട്ടും കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ തരും, ആ ക്വസ്റ്റ്യൻ ആൻസർ കൂടെ മക്കൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളിതാ തുടങ്ങാം. ഇവിടെ ചെറിയ ക്വാണ്ടിറ്റിയും വലിയ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയ അളവും വലിയ അളവും തമ്മിലുള്ള അംശബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 4 മീറ്ററും 12 മീറ്ററുമാണ്. 4/12 എന്ന ആ ഒരു ഭിന്നസംഖ്യ എടുക്കാം. എന്താ നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റുമോ? 4നെയും 12നെയും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ടോ? ഉണ്ട്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 ഒരു പ്രാവശ്യം പോവും, 12 4 3 പ്രാവശ്യം പോവും. ശരിയല്ലേ? ഇവിടെ ചെറിയ വാല്യൂ വലിയ വാല്യൂം തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്, അംശബന്ധം എന്ന് പറയുന്നത് 1:3 ആണ്. അതായത് ഇവിടെയുള്ള ചെറിയ നമ്പറിനെ 3 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വലിയ നമ്പർ കിട്ടും. ചെറിയ നമ്പറിനെ 3 കൊണ്ട് ഗുണിച്ചാൽ വലിയ നമ്പർ കിട്ടും. അപ്പോൾ 1:3 അതാണ് അവിടെയുള്ള അംശബന്ധം. ഓക്കെ ആണോ? സെറ്റാണോ? അപ്പൊ 8 ലിറ്റർ 20 ലിറ്റർ ഈ അളവുകളെ തമ്മിലുള്ള അംശബന്ധം നോക്കിക്കേ. എല്ലാരും ശ്രദ്ധിച്ചോ. 8 ലിറ്ററും 20 ലിറ്ററും. ഈ 8 ലിറ്ററിനെ എനിക്ക് മക്കളെ ആലോചിച്ച് നോക്കിക്കേ. 8 ലിറ്ററിന്റെ 4 ലിറ്ററിന്റെ 2 ഗ്ലാസ്സിലാക്കിക്കൂടെ? 8 ലിറ്ററിനെ 8/20. 8നെയും 20നെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ശരിയല്ലേ? 8നെ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 20നെ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5. ശരിയാണോ? 4 ലിറ്ററിന്റെ 2 ഗ്ലാസ്സിലാക്കാം. 20 ലിറ്റർ എന്ന് പറയുമ്പോ 4 ലിറ്ററിന്റെ 5 ഗ്ലാസ്സിലാക്കാം. ശരിയല്ലേ? 5 ഗ്ലാസ് നോക്കിക്കോ. 2/5. ഇതിനെ ഇനി ചെറുതാക്കാൻ പറ്റുമോ? പറ്റൂല. ഇതിനെ ഇനി ചെറുതാക്കാൻ പറ്റില്ല. അപ്പൊ 2:5 ആണ് എന്ത്? റേഷ്യോ അഥവാ അംശബന്ധം. ഇനി അടുത്തത് നമുക്ക് നോക്കേ. എല്ലാവരും ശ്രദ്ധിച്ചോ. ഇവിടെ 20 കിലോ 25 കിലോ, 20 കിലോ 25 കിലോ, 20 kg 25 കിലോഗ്രാം. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റടാ? നോക്കിക്കോ. 20/25. ഈ 2 നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ശരിയല്ലേ? 5ന്റെ മൾട്ടിപ്ലൈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 4 പ്രാവശ്യം, 25 4 പ്രാവശ്യം, 25 5 പ്രാവശ്യം, 4/5. അതിനെ ചെറുതാക്കാൻ പറ്റുമോ? പറ്റൂല. പറ്റാത്തത് കൊണ്ട് തന്നെ റേഷ്യോ 4:5. 4നെ ഒരു നമ്പർ കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ 20 കിട്ടും. 5നെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 25 കിട്ടും. ഓക്കെ ആണോ? അങ്ങനെയാണ് അംശബന്ധം കണ്ടുപിടിക്കാൻ. സെറ്റാണോ? 4:5. അതായത് 20 kg നമുക്ക് 5 kgന്റെ 4 സഞ്ചിന്റെ അകത്താക്കാം. ശരിയല്ലേ? 25 kg എന്ന് പറയുമ്പോൾ 5 കിലോന്റെ 5 സഞ്ചി. ഓക്കെ, 5 സഞ്ചിയിലാക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഒരു ക്ലാസ്സില് മക്കളെല്ലാരും ശ്രദ്ധിച്ചേ. ഒരു ക്ലാസ്സില് 40 സ്റ്റുഡൻസ് ഉണ്ട്. 40 സ്റ്റുഡൻസ് ഉണ്ട് ഒരു ക്ലാസ്സിൽ. അങ്ങനെ 40 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ 40 സ്റ്റുഡൻസിനെ നമുക്ക്, ഞാൻ പറയാണ്, അവിടെയുള്ള ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ അഥവാ അംശബന്ധം എന്ന് പറയുന്നത് നിങ്ങളോട് പറയാണ് 3:2 ആണ്. ഓക്കെ, 3:2 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണെന്ന് കൃത്യമായിട്ട് അതിന്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാൻ പോവാ. എല്ലാവരും ശ്രദ്ധിച്ചോ. 3:2 എന്ന് പറഞ്ഞാൽ 3 2 കൂടെ കൂട്ടി എത്രയാ? 3 2 കൂട്ടി അങ്ങ് അറിയാം 5 അല്ലേ? ആ ക്ലാസ്സിലെ കുട്ടികളെ നമ്മൾ 5 ഗ്രൂപ്പ് ആക്കിയാൽ 5 ഗ്രൂപ്പിലായിട്ട് എത്ര കുട്ടികളുണ്ട്? 40 കുട്ടികൾ. ഓക്കെ, എല്ലാ ഗ്രൂപ്പിലും അംഗങ്ങളുടെ എണ്ണം, മെമ്പേഴ്സിന്റെ എണ്ണം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ബോയ്സിന്റെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? ബോയ്സിന്റെ ഗ്രൂപ്പുകളാണ് മക്കളെ 3 എണ്ണം. ഗേൾസിന്റെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? ഗേൾസിന്റെ ഗ്രൂപ്പാണ് 2 എണ്ണം. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള നമ്പർ ഓഫ് ബോയ്സ് നിങ്ങളോട് ചോദിച്ചാൽ, നമ്പർ ഓഫ് ബോയ്സ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ആകെ എത്ര ഗ്രൂപ്പുകളാ? 5 ഗ്രൂപ്പ്. ശരിയല്ലേ? ആകെ 5 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ 3 ഗ്രൂപ്പ് ബോയ്സ് ആണ്. സോ ആകെ കുട്ടികളുടെ എണ്ണം 40. 40 കുട്ടികളെ 5 ഗ്രൂപ്പ് ആക്കിയാൽ അങ്ങനെയുള്ള 3 ഗ്രൂപ്പ് ബോയ്സ് ആയിരിക്കും. 40 കുട്ടികളെ 5 ഗ്രൂപ്പ് ആക്കിയാൽ ഒരു ഗ്രൂപ്പിൽ എത്ര ആളുണ്ടാവും? 40നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കുട്ടികൾ. ശരിയല്ലേ? ഒരു ഗ്രൂപ്പിൽ 8 കുട്ടികൾ. അപ്പൊ 3 × 8 24 ബോയ്സ്. എത്രയാ? 24 ബോയ്സ്. ആണോ അല്ലയോ? ആണ്. ഇനി അടുത്ത ശ്രദ്ധിച്ചോ, നമ്പർ ഓഫ് ഗേൾസ്. നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ എണ്ണം. എത്ര ഗ്രൂപ്പ് ഉണ്ട്? 5 ഗ്രൂപ്പ്. ആ 5 ഗ്രൂപ്പിൽ എത്ര ഗേൾസിന്റെ ഗ്രൂപ്പ് ഉണ്ട്? 2 എണ്ണം. സോ 2/5 × 40 ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മക്കൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഗേൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാം. അല്ലേ? 40നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 8 2 8 16 ഗേൾസ്. 16 ഗേൾസ് ആ ക്ലാസ്സിലുണ്ട് എന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാ. അതിന്റെ ആൻസർ ഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരൂല, നിങ്ങൾ കണ്ടുപിടിക്കണം. ഒരു ക്ലാസ്സിൽ ഇപ്പോൾ 70 കുട്ടികളുണ്ട്. ഓക്കെ, എത്ര കുട്ടികളുണ്ട്? 70 കുട്ടികളുണ്ട്. 70 കുട്ടികൾ. ഈ 70 കുട്ടികൾക്കിടയിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള റേഷ്യോ, ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ 3:4 ആണ്. ഇപ്പോൾ നമുക്ക് 70 കുട്ടികളൊന്നും വേണ്ട ക്ലാസ്സിൽ, 49 കുട്ടികൾ മതി. ഓക്കെ, 49 കുട്ടികൾ. അതില് നമ്പർ ഓഫ് ബോയ്സും നമ്പർ ഓഫ് ഗേൾസും തമ്മിലുള്ള അംശബന്ധം 3:4 ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? ആ ക്ലാസ്സിലെ കുട്ടികളെ 7 ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ അതിൽ 3 ഗ്രൂപ്പിൽ ഉണ്ടാവുക ബോയ്സ് ആണ്, 4 ഗ്രൂപ്പിൽ ഉണ്ടാവുക ഗേൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, ആൺകുട്ടികളുടെ എണ്ണം എത്ര? ആൺകുട്ടികൾ എത്ര പേരുണ്ട്? അതുപോലെ ഗേൾസ്, പെൺകുട്ടികൾ എത്ര പേരുണ്ട് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യുക. അത്ര മാത്രം ചെയ്താൽ മതി. ഓക്കെ, സെറ്റായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ലൈവിൽ പഠിക്കാം. അപ്പം ലൈവ് എല്ലാവരും കാണുക. ലൈവ് 7 മണിക്ക് ഉണ്ടാകും. സോ എല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഈ ചാനലിൽ വരുന്ന ലൈവും ക്ലാസ്സുകളും എല്ലാം അടിപൊളിയായിട്ട് കണ്ടുകൊണ്ട് ഗംഭീരമായിട്ട് പഠിക്കുക. കൂടെ ഫുൾ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ ഉണ്ടാകും. വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിൽ നമുക്ക് നല്ല മാർക്ക് തന്നെ സ്വന്തമാക്കേണ്ടതുണ്ട്. സോ വീണ്ടും കാണാം. ഈ ചോദ്യത്തിൻ്റെ ആൻസർ മക്കൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.